ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലെ കുറവ് മൂലം പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോതമംഗലം പോലീസ് സ്റ്റേഷൻ. സ്റ്റേഷന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും വിധമാണ് ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവ് നേരിട്ടിരിക്കുന്നത്. ജനസംഖ്യയിലുണ്ടാകുന്ന വർധനവനുസരിച്ച് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കാലാനുസൃതമായ വർധനമുണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ കോതമംഗലം പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്താൻ വൈകുന്നു, അല്ലെങ്കിൽ കൃത്യസമയത്ത് എത്തിയില്ല തുടങ്ങിയ പരാതികൾ ഉയർന്നുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി അന്വേഷിച്ചു. ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ നിന്നും വ്യക്തമായി. ഇക്കാര്യത്തിൽ പോലീസിനെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ല. കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ നിർണയിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം 64 എന്നാൽ ഇപ്പോൾ ആകെയുള്ളത് 47 പേർ മാത്രം. 47 പേരിൽ 2 പേർ ഡ്രൈവർ ഡ്യൂട്ടിക്കായി പോകും. 3 പേർ ഡിവൈഎസ്പി, SP ഓഫീസുകളുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിയിലായിരിക്കും. GD എൻട്രി ഡെസ്കിൽ 2 പേർ, 2 പേർ പാറാവ് ഡ്യൂട്ടിയിൽ, 10 പേർ വനിതാ ഉദ്യോഗസ്ഥർ. എല്ലാറ്റിനും ശേഷം അവധിയിലുള്ളവർ വേറെ. ഇത്തരത്തിൽ ഡ്യൂട്ടിയിൽ ഇരിക്കേണ്ട ഉദ്യോഗസ്ഥരുടെ എണ്ണം വളരെ കുറവ്. 1980-ലാണ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം നിർണയിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയത്. പിന്നീട് പുനർനിർണയം ഉണ്ടായിട്ടില്ല. 200ഓളം കേസുകൾ അന്വേഷണത്തിലിരിക്കുന്നു. കീരമ്പാറ, പിണ്ടിമന, നെല്ലിക്കുഴി, വാരപ്പട്ടി പഞ്ചായത്തിന്റെ പകുതി ഭാഗം കോതമംഗലം മുനിസിപ്പാലിറ്റി, ഇത്രയും പ്രദേശമാണ് സ്റ്റേഷന്റെ കീഴിൽ വരുന്നത്. ജനസംഖ്യ 10 മടങ്ങായി വർദ്ധിക്കുമ്പോഴും 1980-ൽ നിർണയിച്ച 64 എന്ന സംഖ്യയിൽ കുരുങ്ങിക്കിടക്കുകയാണ് സ്റ്റേഷനിലെ ജീവനക്കാരുടെ എണ്ണം. കോതമംഗലത്തിന് ഇനി ഉത്സവ ദിവസങ്ങളാണ് വരാനുള്ളത്. കന്നി 20-ാം തീയതി പെരുന്നാൾ അടക്കമുള്ളവ. എന്നാൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ലാത്ത പക്ഷം ക്രമസമാധാനവും സാമൂഹിക അച്ചടക്കവും പാലിക്കുക എന്നത് വലിയൊരു പ്രതിസന്ധിയായി മാറും. വകുപ്പിലേക്കും മേലുദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് SI അറിയിച്ചത്. അനുകൂല നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ക്യാമറമാൻ അനുജിത്തിനൊപ്പം മോഹൻ എബ്രഹാം, KCV ന്യൂസ്, കോതമംഗലം.